ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ക്വാണ്ടം മെക്കാനിക്സിനെ പറ്റി കേട്ടിട്ടുണ്ടാകും. ക്വാണ്ടം മെക്കാനിക്സിനെ മിക്കവാറും നമ്മൾ കൂട്ടിക്കെട്ടുന്നത് മനസ്സിലാക്കാൻ പറ്റാത്തൊരു വിഷയമായിട്ടാണ്. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. ഒന്ന്, നമ്മളുടെ കോമൺ സെൻസിനെ ചോദ്യം ചെയ്യുന്ന ചില പ്രതിഭാസങ്ങൾ. രണ്ട്, ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ചില ടെർമിനോളജീസ്. ഇതിൽ ടെർമിനോളജീസിന്റെ കൺഫ്യൂഷൻ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഈ ടെർമിനോളജീസ് ഒന്നുമില്ലാതെ തന്നെ ക്വാണ്ടം മെക്കാനിക്സിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എങ്ങനെ മനസ്സിലാക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലോർ ചെയ്യുന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, ഈ വീഡിയോ MITയിലെ അലം ആഡംസിന്റെ സ്റ്റേൺ-ഗെൽറാക്ക് എക്സ്പെരിമെന്റ്സിനെ കുറിച്ചുള്ള ലെക്ചറുകളിൽ നിന്നും ഇൻസ്പയർഡ് ആയ ഒരു വീഡിയോ ആണ്. റെഫറൻസ് ആദ്യമേ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ വീഡിയോയിലെ മെയിൻ ക്യാരക്ടർ ഇലക്ട്രോൺ ആണ്. നമുക്ക് ഈ ഇലക്ട്രോണിന് രണ്ട് ഹൈപ്പോത്തറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് കരുതാം: കളറും കേസും. ഇലക്ട്രോണിന് രണ്ട് കേസുകളെ ഉണ്ടാവും, അപ്പർ കേസും ലോവർ കേസും. അപ്പർ കേസ് ഇലക്ട്രോണിനെ നമുക്കൊരു സർക്കിളിന് നടുവിലെ ക്യാപിറ്റൽ E ആയും ലോവർ കേസ് ഇലക്ട്രോണിനെ നമുക്കൊരു സർക്കിളിനുള്ളിലെ ലോവർ കേസ് E ആയും റെപ്രസെന്റ് ചെയ്യാം. അതുപോലെ ഇലക്ട്രോണിന് രണ്ട് കളറുകളും പോസിബിൾ ആണ്, റെഡും ബ്ലൂവും. റെഡ് ഇലക്ട്രോൺ എന്നത് നമുക്കൊരു ചുവന്ന സർക്കിളിനുള്ളിലെ രണ്ട് ക്വസ്റ്റ്യൻ മാർക്കായി പരിഗണിക്കാം. റെഡ് ഇലക്ട്രോണിന്റെ കേസ് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുന്നത്. ബ്ലൂ ഇലക്ട്രോൺ എങ്ങനെയാണെന്ന് ഇനി നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇനി അഥവാ ഇലക്ട്രോണിന്റെ കേസും കളറും അറിയില്ലെങ്കിൽ അതിനെ നമുക്ക് അൺഫിൽ സർക്കിളിലെ ക്വസ്റ്റ്യൻ മാർക്കായി റെപ്രസെന്റ് ചെയ്യാം. ഇലക്ട്രോൺസിന്റെ ഈ പ്രോപ്പർട്ടീസ് എന്നതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? മെഷർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെയാണ് നമ്മൾ ഈ പ്രോപ്പർട്ടീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഇലക്ട്രോണിന്റെ കളർ മെഷർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു മെഷീൻ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും എന്നർത്ഥം. ഇതാ ഇതുപോലെ ഇൻപുട്ടിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രോൺ റെഡോ ബ്ലൂവോ ഔട്ട്പുട്ടിലൂടെ പുറത്തേക്ക് വരും. അതുപോലെ തന്നെ അതിന്റെ കേസും നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. ഇനി മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, ഇലക്ട്രോൺസിന് ഈ പ്രോപ്പർട്ടീസ് ഒന്നുമില്ല. പക്ഷേ ഇലക്ട്രോൺസിന് ശരിക്കുമുള്ള പ്രോപ്പർട്ടീസിന്റെ ഒരു ഡമ്മി വേർഷനാണ് ഈ കളറും കേസും. ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് യഥാർത്ഥത്തിൽ നടന്ന എക്സ്പെരിമെന്റ്സ് ആണ്. പക്ഷേ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഈ ഡമ്മി പ്രോപ്പർട്ടീസ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് എക്സ്പെരിമെന്റിലേക്ക് കടക്കാം. നമ്മളിവിടെ 1000 കളറും കേസും അറിയാത്ത ഇലക്ട്രോൺസിനെ എടുക്കുന്നു. എന്നിട്ട് നമുക്ക് ഈ കളർ ഡിറ്റക്ടറിലേക്ക് ഈ ഇലക്ട്രോൺസിനെ ഷൂട്ട് ചെയ്യാം. എന്തായിരിക്കും ഇതിന്റെ ഔട്ട്പുട്ട്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഇലക്ട്രോണുകളിൽ 522 എണ്ണം റെഡും 478 എണ്ണം ബ്ലൂവും ആണ്. ഏതാണ്ട് 50-50. ഈ റിസൾട്ട് വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടാണ് തോന്നിയത്. ഇതേപോലെ തന്നെ കേസ് ഡിറ്റക്ടർ വെച്ച് ഇതേ എക്സ്പെരിമെന്റ് ചെയ്താലും റിസൾട്ട്സ് ഇതുപോലെ ആയിരിക്കും. ഇനി നമുക്ക് ഇതുപോലൊരു ഈസി എക്സ്പെരിമെന്റ് കൂടി ചെയ്യാം. മുന്നത്തെ പോലെ കളറും കേസും അറിയാത്ത 1000 ഇലക്ട്രോൺസിനെ നമ്മൾ എടുക്കുന്നു. ഇനി ഒരു കളർ ഡിറ്റക്ടറിലേക്ക് അതിനെ ഷൂട്ട് ചെയ്യുക. ഇനി നമുക്ക് റെഡ് ഇലക്ട്രോൺസിനെ ബ്ലോക്ക് ചെയ്യുകയും ബ്ലൂ ഇലക്ട്രോൺസിനെ വേറെ ഒരു കളർ ഡിറ്റക്ടറിലേക്ക് ഷൂട്ട് ചെയ്യുകയും ചെയ്യാം. ഇതിലെ ഔട്ട്പുട്ട് എന്തായിരിക്കും? സെക്കൻഡ് കളർ ഡിറ്റക്ടറിലേക്ക് ഷൂട്ട് ചെയ്യുന്ന ഇലക്ട്രോണും ബ്ലൂ ആയതുകൊണ്ട് പുറത്തേക്ക് വരുന്ന ഇലക്ട്രോണും ബ്ലൂ ആയിരിക്കുമല്ലേ? നമുക്ക് നോക്കാം. നമ്മൾ പ്രതീക്ഷിച്ച പോലെ സെക്കൻഡ് കളർ ഡിറ്റക്ടറിലൂടെ പുറത്തു വന്ന എല്ലാ ഇലക്ട്രോൺസും ബ്ലൂ തന്നെയാണ്. ദാറ്റ് വാസ് പ്രിറ്റി ഈസി. നമുക്ക് ഈ ഒരു ഫിനോമിനെ പെർസിസ്റ്റൻസ് എന്ന് വിളിക്കാം. അതായത് ലോവർ കേസ് ഇലക്ട്രോൺസിന്റെ കേസ് നമ്മൾ മെഷർ ചെയ്താൽ അത് ലോവർ കേസ് തന്നെയായിരിക്കും. സിമ്പിൾ. ഇനി നമുക്ക് കുറച്ചുകൂടി ലെവൽ കൂടി ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. നേരത്തെ ചെയ്ത പോലെ കളറും കേസും അറിയാത്ത 1000 ഇലക്ട്രോൺസിനെ എടുക്കുക. എന്നിട്ട് അതിനെ കളർ ഡിറ്റക്ടറിലേക്ക് ഷൂട്ട് ചെയ്യുക. ഇനി അതിലൂടെ വരുന്ന ബ്ലൂ ഇലക്ട്രോൺസിനെ ഒരു കേസ് ഡിറ്റക്ടറിലേക്ക് പാസ് ചെയ്യുക. എന്തായിരിക്കും ഔട്ട്പുട്ട്? ഇലക്ട്രോൺസ് എല്ലാം ബ്ലൂ ആയിരുന്നാലും അതിൻ്റെ ഒന്നും കേസ് നമുക്കറിയില്ല. അതുകൊണ്ട് കേസ് ഡിറ്റക്ടറിലേക്ക് കയറുന്ന ഇലക്ട്രോൺസിൽ ഏതാണ്ട് പകുതി എണ്ണം ലോവർ കേസും ബാക്കി പകുതി അപ്പർ കേസ് ആയിട്ടുമായിരിക്കും പുറത്തു വരുന്നത്. അല്ല, നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. ഇതിൽ 521 ഇലക്ട്രോൺസ് ആണ് കേസ് ഡിറ്റക്ടറിൽ കയറിയത്. അതിൽ 263 എണ്ണം അപ്പർ കേസും 258 എണ്ണം ലോവർ കേസും. റേഷ്യോ ഏതാണ്ട് നമ്മൾ പ്രതീക്ഷിച്ച പോലെ 1/2 ആണ്. ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും. ഇനി നമുക്ക് ഗിയർ ഒന്ന് മാറ്റി പിടിക്കും. ഇനി ഇതാണ് സെറ്റപ്പ്. 1000 ഇലക്ട്രോൺ ഒരു കളർ ഡിറ്റക്ടറിലേക്ക് പോകുന്നു. അതിൽ നിന്നും റെഡ് മാത്രം ഒരു കേസ് ഡിറ്റക്ടറിലേക്ക്, അതിൽ നിന്നും അപ്പർ കേസ് മാത്രം വേറെ ഒരു കളർ ഡിറ്റക്ടറിലേക്കും. ഇതും വളരെ എളുപ്പമാണല്ലേ? ആദ്യത്തെ കളർ ഡിറ്റക്ടറിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്തത് റെഡിനെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകൂടി അതിന്റെ കളർ ഡിറ്റക്ട് ചെയ്താൽ 100% റെഡ് തന്നെ കിട്ടണം. കളർ ഡിറ്റക്ടറിലേക്ക് കയറിയ 255 ഇലക്ട്രോണുകളിൽ 135 എണ്ണം റെഡും 120 എണ്ണം ബ്ലൂവുമാണ്. അതായത് 50-50. ഇതെങ്ങനെ ശരിയാവും? ഇലക്ട്രോൺസ് റെഡ് ആണ് നമ്മൾ ഓൾറെഡി മെഷർ ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണ് ഒന്നുകൂടി മെഷർ ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് പകുതി എണ്ണം ബ്ലൂ ആകുന്നത്? നമ്മുടെ ഇൻഡ്യൂഷന് വിപരീതമായി നമുക്ക് ലാബിൽ എക്സ്പെരിമെന്റ് ചെയ്താൽ ഇതാണ് കിട്ടുന്നത്. ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ മനസ്സിലൂടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പോകുന്നുണ്ടാവും. നമുക്കതിലെ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ നോക്കാം. ഒന്ന്, നമ്മളിവിടെ ഈ ഇലക്ട്രോൺസിനെ ഒറ്റയടിക്കാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇലക്ട്രോൺസ് തമ്മിലുള്ള ഇന്ററാക്ഷൻസിന്റെ ഫലമായിട്ടാണോ ഈ ഒരു എഫക്റ്റ് ഉണ്ടാകുന്നത്? നിർഭാഗ്യവശാൽ ഇതല്ല അതിന് കാരണം. നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് മോഡിഫൈ ചെയ്ത് ഓരോ ഇലക്ട്രോൺസിനെ ഓരോ മാസത്തിന്റെ ഇടവേളയിൽ ഷൂട്ട് ചെയ്താലും ഇത് തന്നെയായിരിക്കും റിസൾട്ട്. 2, ഇനി നമുക്കറിയാത്ത ഇലക്ട്രോണിന്റെ ഒരു ഹിഡൻ പ്രോപ്പർട്ടിയാണോ ഇതിന് കാരണം? ഇതിനെയാണ് നമ്മൾ ഹിഡൻ വേരിയബിൾ മോഡൽ എന്ന് പറയുന്നത്. അതും ഇവിടെ വർക്കാവില്ല. കാരണം വളരെ ഫേമസ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ് ബെൽ ടെസ്റ്റ് അഥവാ ബെൽ എക്സ്പെരിമെന്റ്.
ബെൽ എക്സ്പെരിമെന്റ് മുഖേന ഇലക്ട്രോൺസിന് അങ്ങനെ ഹിഡൻ പ്രോപ്പർട്ടീസ് ഒന്നുമില്ല എന്നത് തെളിയിച്ചതാണ്. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇവിടെ എന്തുകൊണ്ടാവും പെർസിസ്റ്റൻസ് എന്ന പ്രോപ്പർട്ടി വർക്ക് ആവാതിരുന്നത്? ഇവിടെ ആകെയുള്ള വ്യത്യാസം നമ്മൾ രണ്ടാമത് കളർ മെഷർ ചെയ്യുന്നതിന് മുമ്പ് കേസ് മെഷർ ചെയ്തു എന്നത് മാത്രമാണ്. ഇതിൽ നിന്നൊക്കെ നമ്മൾ എത്തിച്ചേരുന്ന കൺക്ലൂഷൻ ഇതാണ്: നമ്മൾ കേസ് മെഷർ ചെയ്യുമ്പോൾ അതിന്റെ കളറിനെ ഇല്ലാതാക്കും, അതുപോലെ തിരിച്ചു. അതുകൊണ്ട് ബ്ലൂ കളർ ആയിട്ടുള്ള അപ്പർ കേസ് ഇലക്ട്രോൺസിനെ നമുക്ക് കാണാൻ സാധിക്കില്ല. അതായത് ഇലക്ട്രോൺസിന് ഒരേ സമയം കളറും കേസും ഉണ്ടാവില്ല. ഇത് ഫിസിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് സ്വന്തമായ ഒരു പേരുമുണ്ട്. ഇതിനെയാണ് നമ്മൾ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് നമുക്കൊരു എക്സ്പെരിമെന്റ് കൂടി ചെയ്യാം. ഇതിനായി കേസ് ഡിറ്റക്ടർ ഉപയോഗിച്ച് പുതിയൊരു ഡിവൈസ് ഉണ്ടാക്കാം. നമ്മൾ കേസ് ഡിറ്റക്ടറിനെ ഒരു ബോക്സിൽ ഇടുന്നു. ആ ബോക്സിന് ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ഉണ്ട്. ഈ സെറ്റപ്പിനെ നമുക്ക് കോളിമേറ്റർ എന്ന് വിളിക്കാം. കോളിമേറ്ററിനകത്തേക്ക് കയറുന്ന ഇലക്ട്രോണുകൾ അതിനകത്തെ കേസ് ഡിറ്റക്ടറിന്റെ ഇൻപുട്ടിലേക്കാണ് പോകുക. കേസ് ഡിറ്റക്ടർ സാധാരണ പോലെ 2 ഔട്ട്പുട്ട് ഉണ്ടാക്കുകയും എന്നാൽ ഈ 2 ഔട്ട്പുട്ടുകളെ യോജിപ്പിച്ച് ഒറ്റ ഔട്ട്പുട്ടായാണ് കോളിമേറ്ററിലൂടെ പുറത്തേക്ക് വരുന്നത്. ചുരുക്കത്തിൽ കോളിമേറ്ററിനകത്തുകൂടെ പോയ ഇലക്ട്രോൺ അതിനകത്തെ കേസ് ഡിറ്റക്ടറിന്റെ ഏത് ഔട്ട്പുട്ടിലൂടെയാണ് വന്നതെന്ന് നമുക്കറിയില്ലെന്ന് അർത്ഥം. നേരെ എക്സ്പെരിമെന്റിലേക്ക് കടക്കാം. 1000 അൺനോൺ ഇലക്ട്രോൺസിനെ കളർ ഡിറ്റക്ടറിലേക്ക് കടത്തിവിടുന്നു. എന്നിട്ട് അതിൽ നിന്നുള്ള റെഡ് മാത്രം കോളിമേറ്ററിലേക്ക് കടത്തിവിടുന്നു. ഒരു കാര്യം മറക്കരുത്, കോളിമേറ്റർ ഇന്റേണലി കേസ് മെഷർ ചെയ്യുകയും പിന്നീട് 2 ഔട്ട്പുട്ടുകളെയും കൂട്ടിച്ചേർത്ത് ഒരു ഫണലിലൂടെ ഔട്ട്പുട്ടായി പുറത്തേക്ക് അയക്കുന്നു. ഈ ഔട്ട്പുട്ടിനെ വേറെ ഒരു കളർ ഡിറ്റക്ടറിലേക്ക് പാസ് ചെയ്യുക. എന്തായിരിക്കും ഇതിന്റെ റിസൾട്ട്? കോളിമേറ്ററിലേക്ക് കടന്ന ഇലക്ട്രോൺസ് എല്ലാം റെഡ് ആണ്. പക്ഷേ കോളിമേറ്ററിന്റെ ഉള്ളിൽ ഒരു കേസ് ഡിറ്റക്ടർ ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട എക്സ്പെരിമെന്റ് പോലെയാണെങ്കിൽ ഇത് ഇലക്ട്രോൺസിന്റെ കളർ എന്ന പ്രോപ്പർട്ടിയെ നശിപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസ് അടുത്ത ഡിറ്റക്ടറിൽ എത്തുമ്പോൾ നമ്മൾ 50-50 ഔട്ട്പുട്ടാണ് പ്രതീക്ഷിക്കുന്നത്. ഫൈനൽ ഔട്ട്പുട്ടായി കിട്ടിയ ഇലക്ട്രോൺസ് എല്ലാം തന്നെ റെഡ് ആണ്. ഇതെന്ത് തേങ്ങയാണ്? ഈ എക്സ്പെരിമെന്റും നേരത്തെ ചെയ്ത എക്സ്പെരിമെന്റും സെയിം അല്ലേ? ഇവിടെ ആകെയുള്ള വ്യത്യാസം കേസ് ഡിറ്റക്ടറിന്റെ ഔട്ട്പുട്ടിനെ നമ്മൾ കാണുന്നില്ല എന്നുള്ളത് മാത്രമാണ്. അത് തന്നെ, ഇലക്ട്രോണിനെ നമ്മൾ ഒബ്സർവ് ചെയ്തോ ഇല്ലയോ എന്നതിനനുസരിച്ച് ഔട്ട്കം മാറുന്നു. ഇതിനെയാണ് ഒബ്സർവർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും ഒരു തരത്തിൽ പറഞ്ഞാൽ ഒബ്സർവർ എഫക്റ്റ് തന്നെയാണ്. നമ്മൾ പലപ്പോഴും ഗ്രാൻഡഡ് ആയി എടുക്കുന്ന ചില കാര്യങ്ങൾ ക്വാണ്ടം വേൾഡിലെത്തുമ്പോൾ തകിടം മറിയുന്നു. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിനെ പറ്റിയുള്ള നമ്മളുടെ കാഴ്ചപ്പാടുകളെ തിരുത്തിക്കുറിച്ച ഒരു മോണിമെന്റൽ ഡിസ്കവറിയാണ് ക്വാണ്ടം മെക്കാനിക്സ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പല കാര്യങ്ങളും നമ്മുടെ കോമൺ സെൻസിന് നിരക്കാത്തതാണ്. എന്നിരുന്നാലും ഈ പ്രതിഭാസങ്ങളൊക്കെ തന്നെ മാത്തമാറ്റിക്സിന്റെ സഹായത്തോടു കൂടി വ്യക്തമായി വിശദീകരിക്കാൻ സാധിക്കും. ക്വാണ്ടം മെക്കാനിക്സിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ ചർച്ച ചെയ്യാം. Until then, this is Vismay signing off. Goodbye.